മിഡിൽ ഈസ്റ്റിലെ സംഘർഷം മൂലമുള്ള വെല്ലുവിളികളെ അതിവേഗമാണ് ദുബായ് മറികടക്കുന്നതെന്ന് വ്യവസായ ലോകത്തെ പ്രമുഖർ ചൂണ്ടിക്കാട്ടുന്നു. പുതിയ സാഹചര്യത്തിൽ കെട്ടിട വാടകയിലും മറ്റും ഇളവുകൾ നൽകുന്ന റിലീഫ് പാക്കേജുകൾ വരുമെന്നാണ് പ്രതീക്ഷ. അതേസമയം യുഎയിലെ ഭരണാധികാരികൾ നൽകുന്ന പിന്തുണയും മാർഗനിർദ്ദേശങ്ങളും വളരെ പോസിറ്റീവാണെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. ഗൾഫ് വിപണി പണ്ടത്തേക്കാൾ മികച്ചതായി മുന്നോട്ട് വരുമെന്ന ശുഭസൂചനയാണ് യുഎയിലെ വ്യാപാര വാണിജ്യ ലോകം പങ്കുവയ്ക്കുന്നത്. കോവിഡ് കാലത്തും ഇത്തരം പ്രതിസന്ധി നേരിട്ടിട്ടുണ്ട്. അതിനാൽ ഇത്തരം വെല്ലുവിളികൾ മികച്ച അവസരമാക്കിയവരാണ് ഇവിടുത്തെ വ്യാപാരികളെന്ന് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് MD ഷംലാൽ അഹമ്മദ് ദുബായിൽ പറഞ്ഞു. ഒരു പ്രത്യേക ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നമ്മളും ഈ രാജ്യവുമൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം നമുക്കെല്ലാവർക്കും ഉറപ്പാണ്, നമ്മളിതെല്ലാം മറികടക്കും. നമ്മളുടെ മുന്നിൽ ഇതിൻ്റെ മുൻ വർഷങ്ങളിലും മറ്റ് ചാലഞ്ചുകൾ വന്നിരുന്നു. തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഇന്ന് അതിലും ബെറ്ററായി മാർക്കറ്റും അതിലും ബെറ്ററായി സാഹചര്യങ്ങളും മെച്ചപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് താൽക്കാലികമായ ഒരു വിഷയമാണെന്നും ഇവിടുത്തെ ലീഡർഷിപ്പും ഇവിടുത്തെ ഭരണാധികാരികളും ഇവിടുത്തെ ഗവൺമെൻറ് ഒഫീഷ്യലും വളരെ കാര്യക്ഷമമായി തന്നെ വളരെ പ്രോആക്റ്റീവായി വളരെ ട്രാൻസ്പെറൻ്റായി നമുക്ക് സപ്പോർട്ടും ഗൈഡൻസും ഒക്കെ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഗവൺമെന്റ് വളരെ പ്രോ ആക്റ്റീവാണ്. ദുബായ് ചേംബർ, ദുബായ് എക്കണോമിക് വകുപ്പ്, യുഎയിലെ ഇന്ത്യൻ എംബസി, ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ്, ജെം ആൻഡ് ജ്വല്ലറി ഇൻഡസ്ട്രി എന്നിവയെല്ലാം യോഗങ്ങൾ വിളിച്ചുകൂട്ടി വ്യാപാരികളുടെ മനസ്സ് തേടുകയാണ്. അതിനാൽ ഒരുപാട് റിലീഫ് പാക്കേജുകളും 10 സുപ്രധാന പ്രഖ്യാപനങ്ങളും വരുമെന്ന പ്രതീക്ഷയിലാണ് വ്യവസായ വാണിജ്യ ലോകം. അവർ ഒരുപാട് റിലീഫ് പാക്കേജുകളൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ലാൻഡ് ലോഡ്സിൻ്റെ ഭാഗത്തു നിന്ന് റെൻറ്റ് റിലീഫ്സും ഡിസ്കൗണ്ട്സും ഒക്കെ അനൗൺസ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും കാരണം ഒരു എക്കോസിസ്റ്റം നിലനിന്നാൽ മാത്രമാണ് എല്ലാവർക്കും ഇവിടെ നിലനിൽക്കാൻ കഴിയുക. അപ്പോൾ അത് എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സാഹചര്യം ഇവിടെ വരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ മറ്റ് അനൗൺസ്മെൻറ്റുകളും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നൊരു വലിയ അനൗൺസ്മെൻറ്റ് 1 ബില്യൺ അനൗൺസ്മെൻറ്റ് ക്രൗൺ പ്രിൻസിൻ്റെ ഭാഗത്തുണ്ടായി. വരും ദിവസങ്ങളിലും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഭാഗത്തുനിന്നും ഇത്തരം വളരെ പോസിറ്റീവായിട്ടുള്ള അനൗൺസ്മെൻറ്റ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. എക്കാലത്തും ഗവൺമെന്റ് മികച്ച പിന്തുണ നൽകിയവരാണെന്ന് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വൈസ് ചെയർമാൻ KP അബ്ദുൾ സലാമും കൂട്ടിച്ചേർത്തു. 50 വർഷത്തെ ഇവിടുത്തെ ഒരു ബിസിനസ് സാഹചര്യം എടുത്തു നോക്കുകയാണെങ്കിൽ എല്ലാ കാലങ്ങളിലും എന്ത് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഗവൺമെൻറ് സപ്പോർട്ടോടു കൂടി തന്നെ ബിസിനസ്സുകളൊക്കെ വളർന്നിട്ടേ ഉള്ളൂ. പലപ്പോഴായിട്ട് നമ്മൾ ദുബായ് കഴിഞ്ഞു അല്ലെങ്കിൽ ദുബായിയുടെ ഒരു അവസാനം എന്നുള്ള രീതിയിൽ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഓരോ കാലഘട്ടത്തിലും അവരോരോ പുതിയ രീതിയിൽ അതിനെ വളർത്തിക്കൊണ്ടുവരാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അതെല്ലാം പ്രാവർത്തികമാക്കാനും പറ്റിയിട്ടുണ്ട്. UAE ഇന്ത്യ വ്യാപാര ഇടപാടുകൾക്ക് വലിയ പ്രാധാന്യമാണ് രണ്ട് രാജ്യങ്ങളും വില കൽപ്പിക്കുന്നത്. അതിനാൽ UAEക്ക് സംഭവിക്കുന്ന ആഘാതം ഫലത്തിൽ ഇന്ത്യയെയും നേരിട്ട് ബാധിക്കും. അതിനാൽ ഇതിനെ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് രണ്ട് രാജ്യങ്ങളും ഇവിടുത്തെ വ്യവസായ വാണിജ്യ ലോകവും. എൽവിസ് ചുമ്മാർ, ജയ് ഹിന്ദ് ന്യൂസ്, ദുബായ്. One anchor every week, 20 years, 1,000 episodes on one TV channel. Middle East This Week, an Elvis Chummar TV show. Exclusively on Jai Hind TV. Stay tuned for the 1,000 countdown.